ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ലൊരു തക്കാളി കറിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ ഒരു പകുതിയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയുടെ പകുതിയാണ്, ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മളിത് ഫസ്റ്റ് കടുക് വറുക്കാൻ മറന്നു പോയതല്ല കേട്ടോ. ഈ ഒരു കറിക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ വെളിച്ചെണ്ണ നമ്മൾ ലാസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മതിയാകും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്ത ശേഷം ഇനി ഇത് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. ഒരു തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. തക്കാളിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. തക്കാളി ഇത് അത്യാവശ്യമൊക്കെ വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വേവിൽ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട് ആ ഒരു സമയം കൊണ്ട് അതുകൂടെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്കായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി കറിവേപ്പിലയും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിലും ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിൽ ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട. നമ്മൾ അവിയലിനൊക്കെ ചെയ്യുന്നില്ല, തേങ്ങ ഒതുക്കിയെടുക്കില്ല, ആ ഒരു രീതിയിലിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചതഞ്ഞ് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് അത്യാവശ്യം ഇപ്പോൾ തക്കാളിയൊക്കെ ഈ ഒരു രീതിയിൽ വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു തേങ്ങാക്കൂട്ട് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മിക്സ് ആക്കുന്നില്ല, ഒന്നങ്ങ് ആവി കയറി ചൂടായിക്കോട്ടെ ഈ ഒരു തേങ്ങയും. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക. നമ്മൾ ലാസ്റ്റിന് ഇതിലേക്ക് ഒരു ഇത്തിരി തൈര് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കേട്ടോ, അത്ര മതിയാകും. അതും ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക കേട്ടോ. കാരണം തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പുളി കൂടുണ്ടല്ലോ. എന്നാലും ഒരു ടേബിൾ സ്പൂണെങ്കിൽ തൈര് ഒഴിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഒരു രുചി കിട്ടുക. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ തൈര് ചേർത്തിട്ട് കുറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക, ആ ഒരു രീതിയൊന്നുമില്ല. അത്യാവശ്യം അങ്ങ് ചൂടായി കിട്ടിയാൽ മതി തൈര് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. പുളി കുറവാണെങ്കിൽ മാത്രം ഒരു ഇത്തിരിയും കൂടെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇത്തിരി കറിവേപ്പില മേലെ കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് എണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണ ഇതിൽ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മേലെ കൂടെ ആക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സാക്കി എടുക്കുന്ന സമയത്തായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം ഒരു അവിയലിൻ്റെ ഒക്കെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസിയലി ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ എന്നും ഉച്ചയ്ക്ക് എന്താ ചോറിന് കറി ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നല്ല കുത്തരിച്ചോറ് നല്ല ചൂടോടുകൂടെ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു തക്കാളി കറി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് മീൻ വറുത്തത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വടുകയും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാറിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല, കാരണം ഈ ഒരു തക്കാളി കറിക്ക് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ അതിന് വേണമെന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒഴിച്ച് കറികളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതുണ്ടായിട്ട് ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അത്രയ്ക്കൊരു രുചി എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മാത്രം ഇങ്ങനെ ചൂടുള്ള ചോറിൽ കുഴച്ച് മീൻ വറുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വല്ലപ്പോഴൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ എളുപ്പത്തിൽ ഒരു കറി തട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്